ഇറാനെതിരായ അമേരിക്കയുടെ സൈനിക നടപടി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുടർച്ചയായ 5-ാം ദിവസവും വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയ അമേരിക്ക ഏറ്റവും ഒടുവിൽ ലക്ഷ്യമിട്ടത് പാലങ്ങൾ, പ്രധാന റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതുവരെ സൈനിക കേന്ദ്രങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ എന്നിവയിലായിരുന്നു ആക്രമണം കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യുദ്ധതന്ത്രത്തിന്റെ മാറ്റം വരുത്തി രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒരു പാലം തകർന്നതായും അതിലൂടെ സഞ്ചരിച്ചിരുന്ന നിരവധി വാഹനങ്ങൾ പുഴയിലേക്ക് വീണതായും പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും നിരവധി മേഖലകളിലേക്കുള്ള ചരക്ക് നീക്കത്തെയും രക്ഷാപ്രവർത്തനങ്ങളെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ആക്രമണത്തിൽ ആളപായമുണ്ടായെന്നാണ് സൂചനകൾ മുഴുവനും. അതേസമയം ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള അടുത്തഘട്ട നീക്കമായി രാജ്യത്തെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും ഊർജ്ജ വിതരണ സംവിധാനങ്ങളും ലക്ഷ്യമിടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ രാജ്യത്തിന്റെ വലിയ ഭാഗങ്ങൾ ഇരുട്ടിലാകാനും വൈദ്യുതി വിതരണ ശൃംഖല തകരാനുമുള്ള സാധ്യതയും ഏറെയാണ്. ആശുപത്രികൾ, അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖല, വ്യവസായ മേഖലകൾ എന്നിവയെല്ലാം വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ കണ്ടെത്തൽ. ഇതിന് മറുപടിയായി അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും വലിയ തിരിച്ചടി നൽകുന്ന പുതിയ തന്ത്രമാണ് ഇറാൻ ആലോചിക്കുന്നത് എന്നാണ് വിവരം. അമേരിക്ക ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ യമനിലെ ഹൂതി സേനയെ നേരിട്ട് രംഗത്തിറക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് 3 വ്യത്യസ്ത സുരക്ഷാ ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടർ പുറത്തുവരുന്നത്. എന്നാൽ ഈ വിവരത്തിൽ ഇറാനോ ഹൂതി നേതൃത്വമോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ഹൂതികൾ യുദ്ധത്തിൽ സജീവമായി ഇടപെട്ടാൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല. ആഗോള വ്യാപാരത്തെയും സമുദ്ര ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുന്ന സാഹചര്യം ഉറപ്പായും ഉണ്ടാകും. ഇതിനു മുൻപ് ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം മാത്രം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടം സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെ ബാബുൽ മന്ദിബ് കടലിടുക്കും പ്രതിസന്ധിയിലായാൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഉണ്ടാക്കാൻ പോകുന്നത് ഇരട്ട പ്രഹരമാകും. യമനും ജബൂത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബാബുൽ മന്ദിബ് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര പാതകളിലൊന്നാണ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള ചരക്ക് കപ്പലുകളുടെ വലിയൊരു വിഭാഗം ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ഭക്ഷ്യവസ്തുക്കൾ, വ്യവസായ അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി വൻതോതിലുള്ള ചരക്ക് നീക്കം ഈ കടലിടുക്കിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഈ പാത തടസ്സപ്പെട്ടാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇതോടെ ചരക്ക് ഗതാഗത ചെലവും ഇൻഷുറൻസ് പ്രീമിയവും ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ട്. ബാബുൽ മന്ദിബ് കടലിടുക്ക് അടയ്ക്കുന്നതിനെക്കുറിച്ച് ഇറാന്റെ സൈനിക നേതൃത്വം ചർച്ച നടത്തിയതായും ഹൂതി നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. എന്നിരുന്നാലും ബാബുൽ മന്ദിബ് അടയ്ക്കുമെന്ന കാര്യത്തിൽ ഇറാനോ ഹൂതികളോ ഇതുവരെ പരസ്യ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടുമില്ല. ഹൂതി സേനയ്ക്ക് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനും ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന വ്യാപാര കപ്പലുകൾ ആക്രമിക്കാനും ആവശ്യമായ എല്ലാ സൈനിക സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഹൂതി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട്. ഡ്രോണുകൾ, ആന്റി ഷിപ്പ് മിസൈലുകൾ, സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ബോട്ടുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഹൂതികൾ മുൻപും ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ വീണ്ടും സമാന ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം ശക്തമായതിനെ തുടർന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇതിനകം തന്നെ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കായി ബദൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പൈപ്പ് ലൈനുകളിലൂടെ ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിൽ എത്തിക്കുന്ന എണ്ണയാണ് പിന്നീട് കപ്പലുകളിൽ കയറ്റി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. എന്നാൽ ബാബുൽ മന്ദിബ് കടലിടുക്കും അടയ്ക്കപ്പെട്ടാൽ ആ മാർഗവും ഗുരുതരമായി ബാധിക്കപ്പെടും. ഇതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ തടസ്സം ഉണ്ടാവുകയും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചുയരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്.
യമനിൽ ഇറാൻ സൈന്യത്തിന്റെ ഉപദേഷ്ടാക്കളും പ്രതിനിധികളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവിധ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ തന്നെ. ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഹൂതി സേനയുടെ അടുത്ത നീക്കങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളം ലക്ഷ്യമാക്കി ഹൂതികൾ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ശക്തമാകുന്നതിനിടെ അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ ആഗോള വ്യാപാരത്തിനും ഊർജ്ജ വിപണിക്കും സമുദ്ര സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയായി മാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിലും ഉയരുന്നുണ്ട്.